ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പതിവ് പോലെ തന്നെ ഏറെ ദുഃഖകരമായ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതെ, ബിഗ് ബോസ് മലയാളം സീസണിൽ വിന്നറായി നമ്മൾ നെഞ്ചിലേറ്റി വിന്നറാക്കിയ നമ്മുടെ അനുമോൾ. നമുക്കറിയാം, തിരക്കോട് തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനാഗ്രേഷനുകളുടെ ബുക്കിംഗ് കാരണം അനുമോൾക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നിരന്തരം വീട്ടിൽ പോലും പോവാൻ സാധിക്കാത്ത രീതിയിൽ ഇനാഗ്രേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അനുമോൾ ദുബായിലേക്ക് മറ്റു ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് പോകുന്ന തിരക്കിലായിരുന്നു. അനുമോൾക്ക് കപ്പ് PR ആണ് വാങ്ങിക്കൊടുത്തതെന്നൊക്കെയുള്ള അപവാദങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും തിരക്കിന് യാതൊരു കുറവുമില്ല. ഇതുവരെയുള്ള എല്ലാ ബിഗ് ബോസ് മത്സരാർത്ഥികളെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് അനുമോൾ അങ്ങനെ ഉദ്ഘാടനങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു മത്സരാർത്ഥിക്കും ദുബായിൽ ഉദ്ഘാടനം കിട്ടിയില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്നാൽ അതിനിടയിൽ ഏറെ ദുഃഖകരമായ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. എന്താണത്? അതെ, അനുമോൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ചില ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അതായത് അനുമോൾ തന്റെ വയറ് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, പുക്കിള് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിന്റെ ഹെഡിങ് എങ്ങനെയാണ്? ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നറിയില്ല. റിയൽ ആണെങ്കിൽ ഞാൻ ഇനി അനുമോളോട് മിണ്ടില്ല. ഫേക്ക് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. അനുമോൾ ഇങ്ങനെ വസ്ത്രം ധരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റിയൽ ആണെങ്കിൽ അനുമോളും തുടങ്ങി വടക്കച്ചവടം. അതെ, അനുമോളെ അപമാനിക്കുന്ന തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അനുമോളുടെ ആരാധകർ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചില കമന്റുകൾ വായിച്ചതിന് ശേഷം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അനുമോളെ തകർക്കാൻ, അനുമോളെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ടോ? ആരാണ് അതിന് പിന്നിൽ? വളരെ വിദഗ്ധമായി നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് പോകുന്നതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒന്നല്ല ഒന്നിലധികം പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. അതിന്റെ താഴെ വന്ന ചില ശ്രദ്ധേയമായ കമന്റുകൾ. ഒരിക്കലും അനുമോൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യില്ല, ഉറപ്പാണ്. ഞങ്ങൾ നെഞ്ചിലേറ്റിയ അനുമോളുടെ വസ്ത്രധാരണം ഇതുപോലെയല്ല. പറയാൻ ഫേക്കെന്ന് വെക്കുമ്പോൾ എന്തും കാണിക്കാം, അത് കാണിക്കും. ആരെയും ചോദിച്ചാൽ ഫേക്ക് എന്ന് പറയും. കുലസ്ത്രീ ഗിസേലിനെ എന്തെല്ലാമായിരുന്നു പറഞ്ഞിരുന്നത്? ഗിസേൽ കോപ്പി, ഇത് ഒറിജിനൽ ആണ്, കണ്ടാൽ അറിയില്ലേ? അല്ല, ഇത് AI ആണ്. അനുമോൾ ഒരിക്കലും ഈ രീതിയിൽ വസ്ത്രം ധരിക്കില്ല. ഇത് നമ്മുടെ അനുമോളല്ല. കുലസ്ത്രീ എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് കുലസ്ത്രീ അതുപോലെ തന്നെ ആയി. ഈ വേഷം എനിക്കും ഇഷ്ടമായില്ല എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് സ്മിത പ്രദീപ് കമന്റ് ചെയ്തിരിക്കുകയാണ്. അനുമോൾ ഇങ്ങനെ ഒരിക്കലും വരില്ല, 100% ഉറപ്പാണെന്നാണ് ഷബീന സബ്ന പറയുന്നത്. സൈന എന്ന് പറയുന്ന മറ്റൊരു കമന്റർ പറയുന്നത്, അനീഷ് ഞാൻ കണ്ടു വട കാണിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. സിന്ധു പങ്കുവെക്കുന്നത്, അനുമോളെ സ്നേഹം കൊണ്ട് പറയുക, ഇത് നമുക്ക് വേണ്ട, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമുക്ക് വേണ്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിന്ധുയെ പറഞ്ഞിരിക്കുകയാണ്. അനുമോൾ ഇതിലും കൊള്ളാത്ത ഡ്രസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ എന്നാണ് മറ്റൊരു കമന്റർ ചോദിക്കുന്നത്. അതേ, അനുമോളെ തകർക്കാൻ, അനുമോളെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഒരു ഫോട്ടോ നിർമ്മിച്ചെടുത്ത AI ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അനുമോളുടെ മറ്റൊരു ആരാധക ഇതിന്റെ ഒരു ഒറിജിനൽ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നു. അതെ, അവർ വാദിക്കുന്നത് അതാണ് ഒറിജിനൽ ഫോട്ടോ. അത്തരത്തിൽ ഡ്രസ് അണിഞ്ഞു പോയ അനുമോളുടെ ഫോട്ടോ എടുത്തു വെച്ചതിന് ശേഷം ഈ രീതിയിൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ചില ആളുകളുടെ തന്ത്രമാണ്. അതായത് നമുക്കറിയാം, ബിഗ് ബോസിനുള്ളിൽ വെച്ച് പഠിച്ച പണി വയറിട്ട് നോക്കിയിട്ടും അനുമോളെ തകർക്കാൻ സാധിക്കാതിരുന്ന ആരോ അനുമോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത്, ഇന്നലെ അനുമോളും അനുമോളുടെ PR നമുക്കറിയാം. അനുമോളോടൊപ്പം നമ്മൾ നെഞ്ചിലേറ്റിയ PR വിനുവും തമ്മിലുള്ള ആ ഒരു വേർപിരിയൽ, അതേ അവർ വേർപിരിഞ്ഞ് നമ്മൾ കണ്ടതാണ്. എന്നാൽ അത് വേർപിരിയലല്ല, താൻ മാറിക്കൊടുത്തതാണ്. അനുമോളുടെ നല്ല ഭാവിക്ക് വേണ്ടി താൻ വേർപിരിഞ്ഞെന്നാണ് PR വിനു പറഞ്ഞത്. എന്നാൽ എനിക്ക് തോന്നിയ ഒരു സംശയം, അതായത് PR വിനു കഴിഞ്ഞ ദിവസം രാവിലെ വേർപിരിയുന്നു, അതിനുശേഷമാണ് ഇത്തരം ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത്. അതായത് നമുക്കറിയാം, PR വിനു തന്നെ പറഞ്ഞിരുന്നു, അനുമോൾ ഇത്രയൊക്കെ ഗെയിം കളിച്ചിട്ടും അനുമോൾ ജയിക്കാൻ കാരണക്കാരനായത് തന്റെ PR വർക്കുകളാണ്. അതായത് അനുമോൾ എന്താണോ എന്നുള്ളത് വളരെ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അനുമോൾ ഒറ്റയ്ക്ക് സാധിച്ചിട്ടില്ല. അത് സാധിച്ചെടുത്തത് PR വിനുവിന്റെ വർക്കുകൾ കൊണ്ടാണ്. അത് കണ്ടാണ് അനുമോളെ നമ്മൾ നെഞ്ചിലേറ്റിയത്, വോട്ട് നൽകിയതും. അതായത് അനുമോളെ ഏത് രീതിയിലും ആക്കി തീർക്കാൻ PR വിനുവിന് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുമോളുമായി പിണങ്ങിയതിന് ശേഷം അനുമോളെ മറ്റൊരു തരത്തിൽ പോർട്രേറ്റ് ചെയ്യാൻ
PR വിനു നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് എന്തും വളച്ചൊടിക്കാൻ ശേഷിയുള്ള ഒരു പഹയനാണ് ഓൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന, ഓനാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. നിരവധി ആളുകൾ കമന്റിലൂടെ ആവശ്യപ്പെടുന്നത് അനുവിന്റെ ഫാമിലി നിയമപരമായി മുന്നോട്ട് പോകണം. നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോളെ ഈ രീതിയിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അവമാനിക്കുന്നത് നമുക്കറിയാം. അനുമോളുടെ വസ്ത്രധാരണം, അനുമോളെ പല കാര്യങ്ങളിലും നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും വസ്ത്രധാരണത്തിൽ കേരള തനിമ പുലർത്തുന്ന ഒരു കൊച്ചു പെൺകുട്ടി തന്നെയാണ് അനുമോൾ. അതുകൊണ്ട് തന്നെ മോശം വസ്ത്രം ധരിക്കില്ല എന്ന് മാത്രമല്ല, മോശം വസ്ത്രം എന്ന് പറയുന്ന വസ്ത്രങ്ങൾ ധരിച്ചവരെ ചൂണ്ടിക്കാണിക്കാനും അനുമോൾക്ക് മടിയില്ല. ബിഗ് ബോസിലൊക്കെ നമുക്ക് കണ്ടതാണ്. അത്തരത്തിലുള്ള അനുമോൾ ഈ രീതി വളരെ വൾഗറായി വസ്ത്രം ധരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് നെഞ്ചിലേറ്റിയ ആളുകളെ കൊണ്ട് അനുമോളെ താഴെ ഇറക്കിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കനത്ത അഭിമാനക്ഷതം തന്നെയാണ് അനുമോൾക്ക് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും അനുമോളുടെ ഫാമിലി ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്, കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.